ഏറ്റവും ഖേദകരം 2 മണിക്കൂർ വൈകി എന്നുള്ളതാണ്. ഇത് സംഭവിച്ചപ്പോൾ തന്നെ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ സാധിച്ചേനെ, നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഇവിടെ ഒന്നും സംഭവിച്ചില്ല, ആരുമില്ലായിരുന്നു, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ഭാഗത്ത്. അതാണ് ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരു സംഭവം നടന്നാൽ അതിനെ അക്നോളജ് ചെയ്യണം. എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, ഒരു സംഭവം നടന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ അക്സെപ്റ്റൻസ് നടത്തി കഴിഞ്ഞ് ഏറ്റവും പെട്ടെന്ന് സ്പീഡിൽ ആ റിക്കവറി നടത്തണം. അന്നെങ്കിൽ ജീവൻ നമുക്ക് സംരക്ഷിക്കാമായിരുന്നു. നിങ്ങൾ അതിനുശേഷം ഡിനയൽ മോഡിലേക്ക് പോയിരിക്കുകയാണ്. എന്നിട്ട് പറയാം ആരും ഇല്ലായിരുന്നു. എത്ര പേരവിടെ കുളിച്ചവരെല്ലാം ഞങ്ങളടുത്ത് വന്ന് പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ആളെ കണ്ടിട്ട്, അബോധാവസ്ഥയിൽ ഒരാളെ കണ്ടിട്ട് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മൊത്തം മണ്ണ. അവിടെ എങ്ങനെ വന്നു അദ്ദേഹം? തീർച്ചയായിട്ടും സർക്കാരിൻ്റെ വലിയൊരു അനാസ്ഥയുണ്ട്. ഒരു കരിക്കും അംഗീകരിക്കാൻ സാധിക്കത്തില്ല. കോൺഗ്രസ് നേതാക്കൾ പൊതുവെ ഉയർത്തുന്ന വിമർശനം ഇത് തന്നെയാണ്. യഥാസമയം വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല. പ്രത്യേകിച്ച് 2 മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രിയും സ്ഥലത്തു നിന്നുള്ള MLA കൂടിയായിട്ടുള്ള മന്ത്രി VN വാസവനും സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നിട്ടും. ശരി, CK അഭിലാൽ, അതാണ് വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. 2 മന്ത്രിമാരുണ്ട്. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ രാജൻ ഖോബർഗഡെ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ക്വിക്കായിട്ട് അതിവേഗം ഈ കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന ഒരിടത്താണ് 2 മണിക്കൂർ വൈകി ഒരു ജീവൻ കിടന്ന് പിടയുമ്പോൾ, ആ മണ്ണിനടിയിൽ പിടയുമ്പോൾ അവിടേക്ക് നമ്മുടെ സംവിധാനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്ത് മേന്മ നമ്മൾ നടിച്ചിട്ട് കാര്യമെന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്.